ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഫാമിലീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും നിങ്ങൾ കാണണേ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ആളുകൾക്ക് ആർക്കും ഒരു മുഖത്തേക്ക് നോക്കിയിരിക്കാൻ സമയമില്ല. ആ ആ അല്ല, ഇനി അഥവാ ഒന്നിച്ചിരിക്കുകയാണെങ്കിലും ആളുകളൊക്കെ നമ്മൾ തമാശക്ക് പറയാറുണ്ട്, ആ പുതിയ തലമുറ എല്ലാവരും നമ്പർ ശിരസ്കരാണെന്ന് പറയും. ഇങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെയൊന്നുമില്ല, ഒരു നമ്പർ ശിരസ്കരായ ഒരു സമൂഹമാണ്. അവരേതെങ്കിലും ഒരു കോർണറിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈലും കുത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ തോണ്ടിയും മാതിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് നിങ്ങൾ തോന്നണേ. അതായത് ഒന്നിച്ചിരിക്കുന്നു, ശരീരങ്ങൾ അടുത്തിരിക്കുന്നെങ്കിലും മനസ്സുകൾ ഒരിക്കലും അടുത്താകുന്നില്ല. അതൊരു പ്രോബ്ലമാണ്. അത് വലിയ പ്രോബ്ലം അല്ലേ? ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഫുഡെങ്കിലും ഒന്നിച്ചിരുന്ന് ഡിവൈസുകളൊക്കെ എല്ലാവരും ഒന്ന് റൂമിൽ കൊണ്ടുപോയി ഒന്ന് സൈലൻറ്റ് മോഡിലിട്ട് ഒരു അരമണിക്കൂർ വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കളിയും ചിരിയും വർത്തമാനമൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് ഒരല്പനേരെങ്കിലൊക്കെ ഒരു കളിച്ചിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പാട്ട് പാട്, തമാശ പറയേ, കടങ്കഥകൾ പറയോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് കിട്ടുന്ന ഒരല്പസമയമെങ്കിലും എല്ലാ ദിവസവും ഒരു ഫാമിലിയിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഒരുപാട് മെച്ചപ്പെടും. അങ്ങനെ ആയിരിക്കണം എല്ലാ കുടുംബങ്ങളും ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലമാണിപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി ചാടിപ്പോയാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനായിട്ട് ബന്ധം ഉണ്ടായാൽ നമ്മൾ ആദ്യം സ്ത്രീ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കുറ്റപ്പെടുത്തും. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ആ സ്ത്രീക്ക് കിട്ടേണ്ടത് അയാളിൽ നിന്ന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരം ചാടിപ്പോക്കായിരുന്നില്ല എന്നുള്ളത് വേറെ സത്യം. പക്ഷേ കിട്ടേണ്ടത് കൊടുക്കാതെ അതല്ലേ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ഒരു ആണിൽ നിന്നൊരു പെണ്ണിന് കിട്ടേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മക്കൾ എന്തുകൊണ്ട് മാതാപിതാക്കളോട് റിബലാവുന്നു, അവർ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിട്ടില്ല. അതില്ലാതിരിക്കുമ്പോൾ അവർ ഈ പല മാതാപിതാക്കളും, ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും ആകെ പലപ്പോഴും മക്കളുടെ മുമ്പിൽ വരുന്നത് നോ പറയാനും ഡു ദാറ്റ് എന്ന് ഷൗട്ട് ചെയ്യാനും ആകെയാണ്. ഒരു ഹൊറിഫൈങ് ക്യാരക്ടർ. ആ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പോഴത്തെ കാലം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ പല രൂപത്തിലേക്കും പോകണമെന്നാണ് മോസിൻ്റെ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും ആണ്. അതായത് ഇവർ 2-3 പ്രശ്നങ്ങൾ അതിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു കറക്റ്റ് ഒരു ഗൈഡ് ലൈൻ ഇവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഇവർ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു റോൾ മോഡലിനെ കണ്ടെത്തും. അപ്പോൾ ഇവർ വന്നിട്ട് കുറ്റം പറയുകയും ചെയ്യും, അത് ശരിയില്ല എന്ന് പറയുകയും ചെയ്യും. എന്നാൽ ഇനിയെങ്കിലും കാണിച്ചു കൊടുക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു റോൾ മോഡൽ വേണ്ട. നമുക്കൊരു റോൾ മോഡൽ ഇപ്പോൾ ഇവർക്ക് ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ ഇവർക്ക് സമാധാനം പകരുന്ന ഒരു ക്യാരക്ടർ, അതാണ് ഇപ്പോൾ റോൾ മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ റോൾ മോഡൽ പിതാവായി കൊടുത്താൽ മതി ഒരു മകന്, മാതാവായി കൊടുത്താൽ മതി ഒരു മകൾക്ക്. എന്നിട്ട് എന്നെപ്പോലെ അയക്കുമെന്ന് പറയാൻ പറ്റണോ? ഇതിപ്പം പിതാവും മാതാവും പറയുന്നത് തന്നെ, ഞങ്ങളേതായാലും ഇങ്ങനെയായി, നിങ്ങളെങ്കിലും ഒന്ന് നന്നാവണം എന്നാണ് ആകെ പറയുന്നത്. അതെ, നമ്മളോ ഇങ്ങനെയായി, നിങ്ങളെങ്കിലും നന്നാകുന്നു.